രാഹുൽ ഗാന്ധിയുടെ ബീഹാറിലൂടെയുള്ള വോട്ടർ റൈറ്റ്സ് യാത്ര സംഘികളുടെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. എങ്ങനെയും ഈ യാത്രയെ പരാജയപ്പെടുത്താൻ പല പണികളും അവർ നോക്കിയെങ്കിലും ദിവസം ചെല്ലുന്തോറും ഇതിലുള്ള ജനപങ്കാളിത്തം കുതിച്ചുയരുകയാണ്. ഇന്ത്യയുടെ സമീപകാല ചരിത്രത്തിൽ ഒന്നും ഇത്ര വലിയൊരു ജനമുന്നേറ്റം ആരും കണ്ടിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി ഈ യാത്രയുമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തെ ആക്രമിക്കാനായി പാഞ്ഞെടുക്കുകയാണ് സംഘിക്കൂട്ടം. എന്നാൽ പിന്നീട് സംഭവിച്ചത് ചരിത്രമാവുകയാണ്. രാഹുൽ ഗാന്ധിയെ ആക്രമിക്കാൻ പാഞ്ഞെടുത്ത സംഘികളോട് രാഹുൽ ഗാന്ധി പെരുമാറിയത് എങ്ങനെയാണെന്നും മോദിക്ക് നേരെ കരിങ്കൊടി വീശിയവർക്ക് സംഭവിച്ചത് എന്താണെന്നും നമുക്ക് വ്യക്തമായി അവലോകനം ചെയ്യാം. അതിൽ നിന്ന് സംഘികൾക്ക് പോലും വ്യക്തമാകും രാഹുൽ ഗാന്ധി എന്ന വ്യക്തിത്വം എത്ര മഹത്വമുള്ളതാണ് എന്ന്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതെ, സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്യാൻ മറക്കല്ലേ. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടതായിരിക്കും, പാകിസ്ഥാനിൽ നിന്നും നേപ്പാളിലൂടെ 3 തീവ്രവാദികൾ രാഹുലിന്റെ യാത്ര നടക്കുന്ന ബീഹാറിലെ പ്രദേശത്തേക്ക് നുഴഞ്ഞു കയറിയെന്നും അതിനാൽ ബീഹാർ പോലീസ് വലിയ അലേർട്ട് പുറപ്പെടുവിച്ചതും. എന്നാൽ അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഇത് രാഹുലിന്റെ യാത്രയെ തടസ്സപ്പെടുത്താനുള്ള മോദി സംഘി പോലീസിന്റെ തന്ത്രമാകാനേ വഴിയുള്ളൂ എന്ന്. പറഞ്ഞതുപോലെ തന്നെയാണ് പിറ്റേ ദിവസം സംഭവിച്ചത്. പിറ്റേ ദിവസം ഇതാ വാർത്ത വന്നിരിക്കുന്നു, ഈ 3 തീവ്രവാദികളും തിരിച്ച് നേപ്പാളിലെ കാഠ്മണ്ഡുവിലെത്തി അവിടെ നിന്നും മലേഷ്യയിലേക്ക് കടന്നുവെന്ന്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ഊഹിച്ചു നോക്കണം. പിന്നീട് സംഘികളുടെ മറ്റൊരു അഭ്യാസമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ സമ്മേളനത്തിൽ മോദിക്കെതിരെയും മോദിയുടെ അമ്മയ്ക്കെതിരെയും അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞു എന്ന് പറഞ്ഞ്. ഒരിക്കലും മോദിയുടെ അമ്മയ്ക്കെതിരെ അധിക്ഷേപം ചൊരിയുന്നത് ന്യായീകരിക്കുവാനാവില്ല. എന്നാൽ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് ഇന്ത്യയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മോദിയെ ബഹുമാനിക്കാനുള്ള 1% പോലും കാരണമില്ല. പക്ഷേ എന്നിരുന്നാലും അധിക്ഷേപ വാക്കുകൾ ഉപയോഗിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. എന്നാൽ പിന്നീട് സത്യം പുറത്തു വന്നപ്പോൾ രാഹുൽ ഗാന്ധിയോ തേജസ്വി യാദവോ പാർട്ടിയുടെ പ്രധാന നേതാക്കളോ ഒന്നുമില്ലാത്ത സമയത്ത് ഏതോ ഒരു ടെമ്പോ ഡ്രൈവർ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യം മുഴക്കിയതിനാണ് രാഹുലിനെയും തേജസ്വിയെയും പ്രതിക്കൂട്ടിലാക്കാൻ നാണംകെട്ട സംഘികൾ ശ്രമിച്ചത്. അത് BJP പ്രവർത്തകനെ മനഃപൂർവ്വം കയറ്റിവിട്ടതാണ് എന്നുവരെ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ വന്നിരുന്നു. അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് എനിക്കറിയില്ല. എങ്കിലും രാഹുലോ തേജസ്വിയോ അറിയാതെ പ്രധാന നേതാക്കൾ ഒന്നുമില്ലായിരുന്ന സമയത്ത് പരിപാടി തുടങ്ങുന്നതിന് വളരെയേറെ മുൻപ് ഏതോ ഒരു ടെമ്പോ ഡ്രൈവർ എന്തോ മുദ്രാവാക്യം മുഴക്കിയതിനാണ് സംഘികൾ രാഹുലിനെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചത്. അതും ചീറ്റിപ്പോയി. അതിന്റെ പേരിൽ പിറ്റേ ദിവസം കുറുവടികളും ആയുധങ്ങളുമായി സംഘികൾ കോൺഗ്രസിന്റെ പാറ്റ്നയിലെ ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറുകയും വലിയ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു. പോലീസ് കാഴ്ചക്കാരായി നോക്കി നിൽക്കുമ്പോഴാണ് അക്രമവും വർഗീയതയും വിവേകശൂന്യതയും മാത്രം കൈമുതലായുള്ള സംഘിക്കൂട്ടം മോദിയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ ഓഫീസ് ആക്രമിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇത്. എങ്ങനെയാണ് ഇന്ത്യയിൽ ഇതുപോലെയുള്ള ഒരു കൂട്ടം ആളുകൾ ഉണ്ടായത് എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടാവാം. ഒരു സംശയവും വേണ്ട. വിവരവും വിവേകവും വിദ്യാഭ്യാസവും സാമാന്യബോധവും ഇല്ലാത്ത ഒരു കൂട്ടം ആളുകളെ ഇന്ത്യയിൽ ഉണ്ടാക്കി എന്നുള്ളതാണ് മോദിയുടെ 11 വർഷത്തിലധികമായുള്ള ഭരണത്തിന്റെ ആകെ തുക. അത് മാത്രവുമല്ല, ഇതുവരെ രാഹുൽ ഗാന്ധിയുടെ യാത്രയെക്കുറിച്ച് കാര്യമായ ന്യൂസുകൾ കൊടുക്കാത്ത, യാത്ര കവർ ചെയ്യാത്ത ഇന്ത്യയിലെ സംഘി മീഡിയകളെല്ലാം ഇതിന്റെ പേരിൽ പ്രൈം ടൈമിൽ വലിയ ഡിബേറ്റുകൾ നടത്തുകയും ഇല്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അതൊന്നും ഉദ്ദേശിച്ച ഫലം ചെയ്യുകയോ രാഹുലിന്റെ യാത്രയെ തെല്ലും ബാധിക്കുകയോ ചെയ്തില്ല എന്ന് കണ്ടപ്പോഴാണ് നേരിട്ട് അദ്ദേഹത്തിന്റെ യാത്രയിൽ ആക്രമണം അഴിച്ചുവിടാൻ വിവരം കെട്ട സംഘിക്കൂട്ടം ശ്രമിക്കുന്നത്. എന്നാൽ മോദിയെ പോലെയുള്ള ഒരാളല്ല രാഹുൽ ഗാന്ധി എന്ന് വ്യക്തമായി മനസ്സിലാക്കിയാണ് ആ സംഘിക്കൂട്ടം പിരിഞ്ഞുപോയത്. അവർ വിചാരിച്ചത് രാഹുൽ ഗാന്ധി തിരിച്ച് തന്റെ ആളുകളെ കൊണ്ട് ഇവരെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമെന്നും അതുവഴി കലാപം ഉണ്ടാക്കാമെന്നും എന്നിട്ട് അതെല്ലാം മോദിയുടെ ഷൂനക്കികളായ ഗോദി മീഡിയകളെ കൊണ്ട് പ്രചരിപ്പിച്ച് രാഹുൽ ഗാന്ധിയുടെ യാത്ര കലാപം ഉണ്ടാക്കാനാണെന്ന് വരുത്തി തീർക്കാം എന്നും ആണ്. എന്നാൽ അവരുടെ ആ വ്യാമോഹം മുളയിലെ നുള്ളിക്കളഞ്ഞ രാഹുൽ ഗാന്ധിയുടെ സ്നേഹപൂർവമായ പെരുമാറ്റം എന്താണെന്ന് നമുക്ക് കാണാം. ഇവിടെ കറുത്ത കൊടിയും വീശിക്കൊണ്ട് രാഹുൽ ഗാന്ധി മൂർദാബാദ് എന്ന് വിളിച്ച് പാഞ്ഞെടുക്കുകയാണ് അക്രമാസക്തരായ സംഘിക്കൂട്ടം. ഇത് കണ്ടപ്പോൾ രാഹുൽ ഗാന്ധി തന്റെ വാഹനം നിർത്താൻ ആവശ്യപ്പെടുന്നു.
അതോടെ സംഘിക്കൂട്ടത്തിന് വെപ്രാളമായി. അദ്ദേഹം അവരെ തന്റെ അടുക്കലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ഈ സംഘിക്കൂട്ടം പേടിച്ച് ഭയപ്പെട്ട് ഓടാൻ തുടങ്ങി. സംഘികൾ എന്ന് പറഞ്ഞാൽ വെറും ഭീരുക്കളാണ് എന്ന് രാഹുൽ ഗാന്ധി എപ്പോഴും പറയുന്നത് ശരിവയ്ക്കുന്നതാണ് ഇത്. അദ്ദേഹം അവരെ നിർബന്ധിച്ച് വിളിക്കുകയാണ്. ഇങ്ങു വരൂ, അടുത്തേക്ക് വരൂ, എന്താണ് നിങ്ങൾ ഈ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ കാരണം എന്ന് പറയാൻ എന്ന് പറഞ്ഞ് തിരിഞ്ഞോടുന്ന അവരെ കോൺഗ്രസ് പ്രവർത്തകർ നിർബന്ധിച്ച് തള്ളി രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് എനിക്കെതിരെ മുദ്രാവാക്യം മുഴക്കുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്ന്? താൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്ന് തനിക്ക് അറിയണം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ സംഘിക്ക് ഉത്തരമില്ല. വളരെ നേരം ഒന്നും സംസാരിക്കാതെ മിണ്ടാതെ നിന്നു. എന്നാൽ അദ്ദേഹം വിടാൻ കൂട്ടാക്കിയില്ല. നിങ്ങൾ എന്തിനാണ് പ്രൊട്ടസ്റ്റ് ചെയ്തത്, ആക്രമിക്കാൻ ശ്രമിച്ചത് എന്ന് എനിക്ക് നിർബന്ധമായും അറിയണമെന്ന് പറഞ്ഞപ്പോൾ വിക്കി വിറച്ചു പറഞ്ഞു, മോദിയെ രാഹുൽ ഗാന്ധി അധിക്ഷേപിച്ച് സംസാരിച്ചത് കൊണ്ടാണ്, മോദിയുടെ അമ്മയെ രാഹുൽ ഗാന്ധി അധിക്ഷേപിച്ചു, അതുകൊണ്ടാണ് എന്നൊക്കെ. അപ്പോൾ രാഹുൽ ഗാന്ധി തിരിച്ചു ചോദിച്ചു, ഞാൻ മോദിക്കെതിരെ അധിക്ഷേപം പറഞ്ഞത് നിങ്ങൾ കേട്ടോ? മോദിയുടെ അമ്മയ്ക്കെതിരെ ഞാൻ എന്തെങ്കിലും അധിക്ഷേപം പറഞ്ഞോ? ഞാൻ ഉള്ള സമയത്ത് എൻ്റെ പ്രസൻസിൽ ആരെങ്കിലും മോദിയെയോ മോദിയുടെ അമ്മയെ അധിക്ഷേപിച്ചോ? അപ്പോൾ സംഘിക്ക് മിണ്ടാട്ടമില്ല. രാഹുൽ ഗാന്ധി വീണ്ടും ചോദിച്ചു, ഞാനോ ഏതെങ്കിലും നേതാക്കൾ ആരുമോ ഇല്ലാത്ത സമയത്ത് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും വിളിച്ചെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയാകുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് പറയണം എന്ന്. അപ്പോഴും സംഘിക്ക് മിണ്ടാട്ടമില്ല. സംഘിക്ക് മനസ്സിലായി തങ്ങളുടെ നാടകത്തിന്റെ സ്ക്രിപ്റ്റ് പരാജയപ്പെട്ടു എന്ന്. അതും രാഹുൽ തന്റെ വാഹനത്തിലേക്ക് അയാളെ കൈപിടിച്ച് കയറ്റി അരികത്ത് നിർത്തിയാണ് വിവരം ചോദിക്കുന്നത്. അതും വളരെ സൗമ്യമായ ഭാഷയിൽ. സംഘികൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ സൗമ്യമായ ഭാഷയിൽ അവരുടെ നേതാക്കൾ സംസാരിക്കുന്നത് കേൾക്കാനുള്ള യോഗം ഉണ്ടായിട്ടില്ല എന്നും ഓർക്കണം. അവസാനം എങ്ങനെയും അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിയാൽ മതിയെന്നായി സംഘിക്ക്. രാഹുൽ ഗാന്ധി വ്യക്തമായി കാര്യങ്ങൾ ബോധിപ്പിച്ച് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് മിഠായിയും ഓഫർ ചെയ്യുകയാണ്. അവസാനം രാഹുൽ ഓഫർ ചെയ്ത ക്യാൻഡി വാങ്ങിക്കാതെ നാണം കെട്ട് രക്ഷപ്പെട്ട് ഓടുകയാണ് സംഘിക്കൂട്ടം ചെയ്തത്. അങ്ങനെ തിരിച്ചോടുമ്പോഴും വീണ്ടും രാഹുൽ ഗാന്ധിക്ക് മുർദാബാദ് വിളിക്കാൻ മറന്നില്ല എന്നുള്ളത് രസകരം എന്ന് പറയാതെ വയ്യ. അത് മാത്രവുമല്ല, അവർക്ക് കുടിക്കാൻ വെള്ളവും കൊടുത്താണ് രാഹുൽ ഗാന്ധി അവരെ പറഞ്ഞു വിട്ടത്. ഇങ്ങനെ പ്രവർത്തിക്കാൻ രാഹുൽ ഗാന്ധിക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. മോദി ഒരിക്കൽ പഞ്ചാബിൽ ചെന്നപ്പോൾ അവിടെ കർഷകർക്കെതിരെയുള്ള മോദിയുടെ നടപടികൾ പ്രതിഷേധിച്ച് കരിങ്കൊടി വീശിയപ്പോൾ മോദി പറഞ്ഞത്, ഞാൻ ഭാഗ്യം കൊണ്ട് ജീവനോടെ എയർപോർട്ടിൽ തിരിച്ചെത്തി. ഇത് പഞ്ചാബിലെ മുഖ്യമന്ത്രിയോട് ഒന്ന് പറയാൻ എന്നാണ്. ഇനിയുള്ളത് ഏതാണ്ട് ഒരു മാസം മുൻപ് സംഭവിച്ച കാര്യമാണ്. മോദിയുടെ ബീഹാറിലെ റാലിയിൽ തൊഴിലില്ലായ്മയിൽ പ്രതിഷേധിച്ച് 3 യുവാക്കൾ കരിങ്കൊടി കാണിച്ചു. അവർ കരിങ്കൊടി കാണിച്ചത് മോദിയുടെ സ്റ്റേജിന് അരികത്ത് എന്ന് പോലുമല്ല, മറിച്ച് ഇത് നടക്കുന്ന സമ്മേളന സ്ഥലത്ത് വളരെ അകലെ നിന്നുകൊണ്ടാണ് അവർ കരിങ്കൊടി വീശിയത്. അവർക്ക് സംഭവിച്ചത് എന്താണെന്ന് അറിയണ്ടേ? അവരെ 3 പേരെയും അറസ്റ്റ് ചെയ്ത് FIR ഫയൽ ചെയ്തു. എന്നാൽ ഈ സംഘികളാകട്ടെ രാഹുലിനെ ആക്രമിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ അടുത്തേക്ക് പാഞ്ഞെത്തിയതാണ് എന്ന് ഓർക്കണം. ഈ കഴിഞ്ഞ ജൂലൈ 18-നാണ് മോദിയുടെ ഈ സംഭവം നടക്കുന്നത്. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണല്ലോ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന നരേന്ദ്രമോദി എന്ന്. രാഹുൽ ഗാന്ധിയെ പോലെ ഇത്രയും വിവരമുള്ള, വിവേകമുള്ള, കമ്പാഷനുള്ള, മനുഷ്യത്വമുള്ള, മനസാക്ഷിയുള്ള ആളുകൾ മോദിയുടെ നോൺ ബയോളജിക്കൽ ഇന്ത്യയിൽ വളരെ ചുരുക്കമാണ് എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ഈ സംഘികളുടെ ഗൂഢാലോചനയെ തകർത്ത് അവരുടെ വിഡ്ഢിത്തത്തെ തുറന്നു കാണിച്ച രാഹുൽ ഗാന്ധിയുടെ ഈ മനോഹരമായ, മാന്യമായ പെരുമാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?